നമസ്കാരം. ഫണ്ട് 360 പുതിയ എത്തിയതിലേക്ക് സ്വാഗതം. പ്രസന്ന മാത്യു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുൾ മാർക്കറ്റ്, അതായത് നമ്മളിപ്പം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബുൾ മാർക്കറ്റാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്. അപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിൽ നമ്മളുടെ പണം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്തൊക്കെ തരത്തിലുള്ള കെണികളാണ് നിങ്ങൾ മുമ്പിൽ കാണുക, അപ്പോൾ അതിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഉൾപ്പെട്ടിട്ട് നിങ്ങളുടെ ഇതുവരെ ഉണ്ടാക്കിയ പണം പോകാണ്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയുന്ന പോലെ തന്നെ കുറച്ച് കാലങ്ങളായിട്ട് ഒരു ബുൾ മാർക്കറ്റ് ഇവിടെ റൺ ചെയ്യുന്നു. ഏകദേശം ഒരു 20-25% 25% വരെ ഒരു അപ്രിസിയേഷൻ ഉണ്ടായി. പലരുടെയും പോർട്ട്ഫോളിയോ ഒരു ഏറ്റവും മിനിമം ഒരു 20 മുതൽ 30% വരെ കൂടിയിട്ടുണ്ടാകാം. നഷ്ടത്തിലിരുന്ന പലർക്കും ഇപ്പോൾ ലാഭത്തിലായിട്ടുണ്ടാകാം. അതിനെ തുടർന്ന് മിക്കവാറുമുള്ള നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് അനുസരിച്ച് കുറേ പേര് കടമെടുത്തിട്ടും അതേപോലെ തന്നെ ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ കയ്യിൽ ഉള്ള പല FD ബ്രേക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ EPF എന്നൊക്കെ അല്ലെങ്കിൽ PF അകത്തൊക്കെ ലോൺ എടുത്തിട്ടൊക്കെ അങ്ങനെയുള്ള നിക്ഷേപങ്ങൾ കൂട്ടിയവരുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ അകത്ത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു കഴിഞ്ഞ 3-4 മാസങ്ങൾക്കുള്ളിൽ അതൊക്കെ നടന്നതാണെങ്കിൽ അതും മോശമില്ലാത്തൊരു ലാഭം ഉണ്ടായി. അപ്പോൾ ഇതാണ് ഒരു ബുൾ മാർക്കറ്റിന്റെ നേച്ചർ. ആര് എന്ത് എവിടെ എങ്ങനെ കൊണ്ടുപോയി നിക്ഷേപിച്ചാലും അതിനെല്ലാത്തിനും ഒരു പോസിറ്റീവ് റിട്ടേൺസ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഒരു ബുൾ റണ്ണിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. ഇതിന് കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം, നമ്മൾ ചുറ്റുമുള്ള കാര്യങ്ങൾ നോക്കുക. സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോൾ അത് ന്യൂസ് പേപ്പർ ആകട്ടെ, അല്ലെങ്കിൽ ടെലിവിഷൻ ചാനൽസ് ആകട്ടെ, യൂട്യൂബ് ആകട്ടെ, ഏത് സോഷ്യൽ മീഡിയ ആകട്ടെ, എന്തെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തൊക്കെ പറയുള്ളൂ. അതാണ് മറ്റൊരു പ്രത്യേകത, മറ്റൊരു ലക്ഷണം ബുൾ മാർക്കറ്റിന്റെ. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ബുൾ മാർക്കറ്റിനെ കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുൾ മാർക്കറ്റ് ഒരു വെള്ളപ്പൊക്കം പോലെയാണ്. നമുക്കറിയാം, വെള്ളപ്പൊക്കം വരുമ്പോൾ എല്ലാം അങ്ങ് പൊങ്ങും. അതായത് വെയിറ്റ് ഉള്ളതും പൊങ്ങും, വെയിറ്റ് ഇല്ലാത്തതും പൊങ്ങും, നല്ലതും ചീത്തയും സകല സ്ക്രാപ്പ് സാധനങ്ങളും ഒക്കെ അങ്ങ് പൊങ്ങും. ഈ ഒരു ബുൾ മാർക്കറ്റിൽ, സാധാരണ ഒരു ഭീകരമായിട്ടുള്ള ഒരു ബുൾ മാർക്കറ്റിൽ പലപ്പോഴും സംഭവിക്കുന്നതാണ്, ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള സ്ക്രാപ്പായിട്ടുള്ള പല സ്റ്റോക്കുകൾ പോലും ഉയരും. അത് നല്ലതാകണമെന്നൊരു നിർബന്ധമില്ല. വെള്ളപ്പൊക്കത്തിൽ വേസ്റ്റ് ബോട്ടിലൊക്കെ ഉയരുന്ന പോലെ നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരും സംസാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്ര പൈസ ഇട്ടു, ഈ ഒരു പ്രത്യേക സ്റ്റോക്കിൻ്റെ അകത്ത് ഞാൻ 10,000 രൂപ ഇട്ടു, ഇപ്പോൾ അത് 1,50,000 രൂപയായി എന്നൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും സംസാരിക്കുന്നത്. അപ്പം ഇത് ആ ഒരു പ്രത്യേക സ്റ്റോക്കിൽ ഇടാത്തവരെ സംബന്ധിച്ച് തോന്നുന്ന ഒരു കാര്യം, അവർക്ക് അയ്യോ ഞാൻ ഈ ഒരു ബസ് മിസ്സായി പോയോ എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാവുക. ഇതും ഒരു ബുൾ മാർക്കറ്റിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എവിടുന്നെങ്കിലും കാശുണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ എല്ലാ ലാഭവും എനിക്ക് തന്നെ വേണം, ഏതൊക്കെ സ്റ്റോക്കുകൾ മുകളിലേക്ക് പോകുന്നുണ്ടോ ആ സ്റ്റോക്കുകളൊക്കെ എൻ്റെ പോർട്ട്ഫോളിയോയിൽ വേണം എന്നുള്ളൊരു വാശിയിൽ ഉള്ള പണവും ഇല്ലാത്ത പണവും എല്ലാം കൂടി എടുത്തൊരു ബുൾ മാർക്കറ്റിൽ എല്ലാവരും കൊണ്ടുവരും. അതെല്ലാം വാങ്ങിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ ഇതാണ് പൊതുവിൽ ഒരു ബുൾ മാർക്കറ്റിൻ്റെ ലക്ഷണങ്ങൾ. അപ്പോൾ ഇത് എപ്പോഴും ആരോഗ്യകരമായിട്ടുള്ള പ്രവണതയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അങ്ങനെയല്ല. ബുൾ മാർക്കറ്റുകൾ പലപ്പോഴും ഒരു പോർട്ട്ഫോളിയോ റീസ്ട്രക്ചറിങ്ങിന്റെ ഒരു കാലമായിട്ടാണ് കരുതപ്പെടുന്നത്. കാരണം മോശമില്ലാത്ത റിട്ടേൺസ് ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ലഭിച്ച അസറ്റ് അത് സംരക്ഷിക്കുകയാണ് വേണ്ടത്. സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് നിങ്ങളുടെ ഉണ്ടാക്കിയ അസറ്റ് സംരക്ഷിക്കുക എന്നുള്ളതാണ് സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ കാര്യം. കാരണം നിങ്ങൾ ഒരു ബുൾ മാർക്കറ്റിൽ എല്ലാം പൊങ്ങിപ്പോകുമെന്ന് പറഞ്ഞു, അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന 2-3 സ്റ്റോക്കുകൾ മാത്രം മതി ചിലപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത മൊത്തം സമ്പാദ്യം, ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയത് മൊത്തം ചോർത്തിക്കളയാൻ. കാരണം അവ ചിലപ്പോൾ ഇന്നുള്ള വിലയുടെ 10-1 ആയിട്ട് പെട്ടെന്നൊരു കറക്ഷൻ വന്നാൽ ചുരുങ്ങിപ്പോയേക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, ബുൾ മാർക്കറ്റ് നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള ലെവലിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് ഒരു റീസ്ട്രക്ചറിങ് നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബുൾ മാർക്കറ്റിൻ്റെ അകത്ത് നിന്ന് നിങ്ങൾ മാറി നിൽക്കേണ്ട കുറേ സന്ദർഭങ്ങളുണ്ട്. നിങ്ങൾ പലപ്പോഴും ചില കെണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കെണികൾ നിങ്ങൾ എങ്ങനെ നോക്കണം, അതേപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി ലാഭത്തിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോയുടെ ലാഭം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനിയിപ്പം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ഉയർന്നത് കണ്ടു, അത് നോക്കിക്കൊണ്ടിരുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു കറക്ഷൻ വന്നു, അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ അവസാനം ഒരു വർഷം 1.5 വർഷം എടുത്ത് നോക്കിക്കഴിയുമ്പോൾ ലാഭവും നഷ്ടമില്ലാത്ത രീതിയിലോ അല്ലെങ്കിൽ മാർജിനലായിട്ട് ഉള്ളൊരു ലോസിലോ ആയിരിക്കും നിങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവിക്കാതിരിക്കാൻ വേണ്ടി അസറ്റ് പ്രൊട്ടക്ഷനാണ് സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യണം, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയുടെ കാതലായ ഭാഗം. അപ്പോൾ ഈ ഒരു ബുൾ മാർക്കറ്റിൽ നമ്മൾ കാണപ്പെടുന്നത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ വഴിയാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നതെങ്കിൽ, അപ്പോൾ അദ്ദേഹം ഒരു ധാർമ്മികതയുള്ള ഒരു വെറ്ററനായിട്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ട്, അനുഭവ സമ്പത്തുള്ള ഒരു അഡ്വൈസറാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുൾ മാർക്കറ്റിൽ പലപ്പോഴും ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറോടുള്ള മമത താരതമ്യേന കുറയും.
ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ നിങ്ങളുടെ ബ്രോക്കിംഗ് ഹൗസിന്റെ ഭാഗമാകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ മാനേജർ ആകട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫ്രണ്ട് ആകട്ടെ, അദ്ദേഹം നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ടിപ്സ് ഒക്കെ തരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടും മെച്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോട് മമത കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, സാധാരണ രീതിയിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അവരുടെ ക്ലയന്റിന്റെ ഒരു ലോങ് ടേം ബെനിഫിറ്റ്സ് ആണ് നോക്കാറ്. അതായത് ലോങ് ടേം ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് ഒരു 30 വയസ്സായിട്ടുള്ള ആളാണ്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു എനിക്ക് 45 വയസ്സാകുമ്പോഴത്തേനും ഞാനൊരു ഏർലി റിട്ടയർമെന്റ് ആണ് നോക്കുന്നത്. ഒരു 45 വയസ്സാകുമ്പോഴേക്കും എനിക്ക് വേണ്ട ഒരു നീക്കിയിരിപ്പ് കോർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 10,000 ടൈംസ് ദ ഗോൾഡ് യൂണിറ്റ് പ്രൈസ് എന്നാണ്. ഒരു ഗോൾഡിൻ്റെ യൂണിറ്റ് പ്രൈസ് 1 ഗ്രാം 10 ഗ്രാം ആവട്ടെ, അതിൻ്റെ 10,000 ഇരട്ടിയാണ് എൻ്റെ കോർപ്പസ് വേണ്ടത്. അതാണ് എൻ്റെ ടാർഗറ്റ്. എന്തുകൊണ്ടാണ് ഗോൾഡ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഗോൾഡ് സാധാരണ രീതിയിൽ ഒരു ഫേം ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. അപ്പം നമുക്ക് ഇത്ര 10 കോടി രൂപ വേണം ഈ 15 വർഷത്തിന് ശേഷം എന്നൊക്കെ പറയുന്നത്, അത് പലപ്പോഴും നിലനിൽക്കപ്പെടുന്ന ഒരു കാര്യമല്ല. കാരണം അത് നമുക്ക് 15 വർഷം കഴിഞ്ഞിട്ടുള്ള 10 കോടിയുടെ വില എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഒരു ഗോൾഡ് ബേസ് ഇൻഡിക്കേറ്റർ ആയതുകൊണ്ട് പലപ്പോഴും നമ്മൾ വേണമെങ്കിൽ 10,000 ഇരട്ടി ഗോൾഡിൻ്റെ അന്നത്തെ പ്രൈസിൻ്റെ 10,000 ഇരട്ടി വേണമെന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു എമൗണ്ടിന് വേണ്ടിയിട്ട് നിങ്ങളെ ഇന്നു മുതൽ അടുത്ത 15 വർഷത്തേക്ക് നിങ്ങളെ എക്യുപ്പ് ചെയ്യുന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ ഒരു ബുൾ റൺ വന്നതോ വേറൊരു ബെയർ റൺ വന്നു പോയതോ ഒന്നും അദ്ദേഹത്തെ സംബന്ധിച്ച് ബാധിക്കില്ല. കഴിഞ്ഞ വർഷം ഒരു സ്റ്റാഗ്നൻ്റ് ആയിട്ടോ ഒരു ബുൾ റൺ ഇല്ലാത്ത ഒരു കാലങ്ങളോ അല്ലെങ്കിൽ കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റിലോ എന്താണോ റിട്ടേൺസ് ലഭിച്ചത് അതുമായിട്ട് വലിയൊരു മാറ്റങ്ങളൊന്നും ഒരു മെച്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറുള്ള മമത ഈ ഒരു ബുൾ റൺ കാലത്ത് നഷ്ടപ്പെടും. അതാണ് മറ്റൊരു ലക്ഷണം. അത് പലപ്പോഴും ഒരു ട്രാപ്പുമാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് നമ്മൾ പലപ്പോഴും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറോട് നമ്മൾ മുഖം കറുപ്പിച്ച് പലതും പറയും. കണ്ടോ ഒന്നുമില്ലാതെ വെറുതെ അപ്പുറത്തിരുന്ന ആൾ വേറെ 2 വാങ്ങിച്ചിട്ട് പോലും അയാളുടെ ഇൻവെസ്റ്റ് ചെയ്തത് 10 ഇരട്ടിയായി മാറി. ഇപ്പോൾ എൻ്റെ ആണെങ്കിലോ നിങ്ങൾക്ക് പറയുന്ന പോലെ 20%, 18%, 25% ഒക്കെ ഉള്ളൂ റിട്ടേൺസ്. എനിക്ക് അത്ര ഒരു മമത നിങ്ങളോടില്ല. ഇത് പലപ്പോഴും പക്ഷേ ദീർഘകാലത്തേക്ക് നിങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒരു കെണിയാണ്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ മുമ്പിൽ വന്നുപെടുന്ന മറ്റു ചിലരുണ്ട്. ആരോ പറഞ്ഞ പോലെ നല്ല വെയിലുള്ളപ്പോൾ എന്നാൽ വൈക്കോൽ ഉണക്കിയിട്ട് പോകാമെന്ന് വിചാരിക്കുന്ന പോലെയുള്ളവരുണ്ട്. അതായത് കഴിഞ്ഞ 1-2 വർഷത്തിനുള്ളിൽ മാത്രം മാർക്കറ്റിൽ വന്നിട്ട് ഒരു 10 ആളെ പിടിച്ചിട്ട് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ കൺസൾട്ടേഷൻ ഫീ ഒക്കെ വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ടിപ്സ് കൊടുത്തിട്ട് പൈസ ഉണ്ടാക്കുന്നവർ കഴിഞ്ഞ 2-3 വർഷത്തിനുള്ളിൽ വന്നിട്ടുണ്ടാവും. അവർ കിട്ടിയാൽ കിട്ടി പോയാൽ എന്നുള്ള രീതിയിൽ കുറേ കുഞ്ഞൻ സ്റ്റോക്കുകളൊക്കെ വാരി വിതറിയിട്ട് ഈ ഒരു ബുൾ റണ്ണിൻ്റെ അകത്ത് അത് 3 ഇരട്ടിയും 4 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെ ആക്കി മാറ്റിയവരായിരിക്കാം. ഈ ഒരു അഡ്വർടൈസ്മെന്റ്സുമായിട്ടായിരിക്കും നിങ്ങളൊരു ബ്രോഷറും ഒക്കെ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് മെയിൽ ചെയ്യുന്നതും നിങ്ങളെ ചാക്കിൽ വീഴ്ത്തുന്നു. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അവരാണെങ്കിൽ 10 ഇരട്ടിയാക്കി മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ഇടയിൽ. എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ആണെങ്കിൽ ആകെ 25% തന്നിട്ടുള്ളൂ. ഉടനെ നിങ്ങൾ അങ്ങോട്ട് പോകും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കാത്ത ഒരു കാര്യം, ഇവർ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഇവരുടെ പെർഫോമൻസ് എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ചോദിക്കാനുള്ള ഒരു മനസ്ഥിതി നിങ്ങൾക്ക് ഉണ്ടാകില്ല. അവർ പറയുന്ന 10 ഇരട്ടി വിശ്വസിക്കാനുള്ള മനസ്ഥിതിയാണ് ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ നഷ്ടപ്പെടുകയും ചെയ്തു. അതേസമയം കാര്യമായി ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരാളുടെ കെണിയിൽ ചെന്നുപെടുകയും ചെയ്തു. ഇത് പലപ്പോഴും ഒരു ബുൾ റണ്ണിൻ്റെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കെണിയാണ്. അപ്പോൾ അക്കാര്യത്തിൻ്റെ അത് നിങ്ങൾ മാറി നിൽക്കുക. ഇന്നത്തെ രീതിയിൽ ഈ പറഞ്ഞ പോലെ പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് ഒക്കെ പണ്ടത്തെ പോലെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ളതല്ല. 10,000 ആപ്പുകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ അകത്തൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറേ ആഡ് വരുന്നത് കാണാം. ഇൻവെസ്റ്റ്മെന്റ് ആപ്പുകളുടെ അഡ്വർടൈസ്മെന്റ്സ് ആയിട്ട്. ഇതിന് വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എല്ലാം സെബി രജിസ്റ്റേർഡ് എന്നൊക്കെ പറയും. റിസർച്ച് അനലിസ്റ്റ് രജിസ്റ്റേർഡ് മാത്രമാണ്. അവരത് വെച്ചിട്ടൊരു ആപ്പ് ഉണ്ടാക്കുന്നു, നാട്ടുകാരെല്ലാവർക്കും വാരി വിതർന്നു. 1000 രൂപ 10,000 രൂപ ലൈസൻസിങ് ഫീയോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഫീയോ കൊടുത്തിട്ട് ഇരിക്കുന്നു. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ കഥകളൊന്നുമില്ല. ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു വെള്ളപ്പൊക്കത്തിൽ വരുന്ന പോലെ ഇതൊരു ഫ്ലഡാണ്. ഇതൊരു പൈസയുടെ ഫ്ലഡാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടി ഒഴുകുന്നത്. ഇതിൻ്റെ അകത്ത് വലിയ അനാലിസിസ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റോക്കുകളും ഈ ഒരു കാലഘട്ടങ്ങളിൽ മുകളിലേക്ക് പോയി. അത് ആരുടെയും ക്രെഡിറ്റ് ആയിട്ട് കരുതാനില്ല. ക്യാഷ് ഇൻഫ്ലോ വളരെ സ്ട്രോങ് ആയിരുന്നു എന്നുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ. അതിൽ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മുകളിലേക്ക് പോയതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല മെജോറിറ്റി ഫണ്ടുകളും അവർ അതിൽ നിക്ഷേപിച്ചു. അതേസമയം വളരെ തകർന്ന് തരിപ്പണമായിട്ട് ഒന്നിനും കൊള്ളാത്ത സ്റ്റോക്കുകൾ മുകളിലേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ ഡിമാൻഡ് കൂടിയതുകൊണ്ട് മാത്രമാണ്. കാരണം മറ്റ് പല സ്റ്റോക്കുകളും ന്യായമായ വിലയ്ക്ക് ഇരുന്നതോ അല്ലെങ്കിൽ ചുരുങ്ങിയ വിലയ്ക്ക് ഇരുന്നതോ ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ ഈ ഒരു ബുൾ മാർക്കറ്റിൽ കുറച്ചൊന്ന് വലുതായി. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? വില കുറഞ്ഞ സ്റ്റോക്കുകളിലേക്ക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കണ്ണുവെക്കാൻ തുടങ്ങി. നമുക്കറിയുന്ന പോലെ ഏകദേശം 70% മാർക്കറ്റ് ക്യാപ്പ് ഹോൾഡ് ചെയ്യുന്ന ഇവിടുത്തെ ലാർജ് ക്യാപ്പ് സ്റ്റോക്കുകളാണ്. ബാക്കി 30% മാത്രമേ ഇവിടുത്തെ ബാക്കിയുള്ള മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളും സ്മോൾ ക്യാപ്പും കൂടി കൂടിയിട്ടുള്ളൂ.
അപ്പോൾ ഈ 30% ഈ പറഞ്ഞ റീറ്റെയിലർ ഫണ്ട്സ് കൂടുതലായിട്ട് കണ്ണുവെക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, അതിൻ്റെ അകത്തുള്ള എല്ലാ ചപ്പും ചവറും സ്റ്റോക്കുകളെല്ലാം ഉയർന്നു പോകും. അത് ആ സ്റ്റോക്കുകളുടെ ഫണ്ടമെന്റൽസ് കൊണ്ടല്ല, മറ്റൊരു കാരണം കൊണ്ടുമല്ല, ആകെയുള്ളത് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ഒറ്റ ഫാക്ടറിന്റെ മുകളിൽ മാത്രമാണ്. വാല്യൂ അല്ല അവിടെ ഈ ഒരു സ്റ്റോക്കുകളുടെ വില നിശ്ചയിക്കുന്നത്, മൂല്യമല്ല, ഡിമാൻഡ് മാത്രമാണ്. അത് വളരെ അപകടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ കയറിപ്പോകുന്ന സ്റ്റോക്കുകളിലെ അത് നിങ്ങൾ ലാസ്റ്റ് ബസ് വിട്ടുപോകും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റോക്കിനെ കാണിച്ചിട്ട് കഴിഞ്ഞ ഒരു 3 വർഷം മുമ്പ് ഇതിന് 25 പൈസയായിരുന്നു, ഇപ്പോൾ 2500 രൂപയായി, ഇതങ്ങനെ ആകാൻ പോകുന്ന സ്റ്റോക്കാന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ, അത്തരത്തിൽ ഉള്ള ഒരു മാനസിക വ്യാപാരത്തിൽ നിങ്ങൾ മാറി നിൽക്കുക. പ്രത്യേകിച്ച് ഓൾറെഡി മാർക്കറ്റ് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ PE വൈസ് നിഫ്റ്റി ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ളത് ഞാൻ പറയുന്നില്ല. നിഫ്റ്റി ഓവർ പ്രൈസ്ഡ് അല്ല എന്നാണ് ഞാൻ പറയുന്നത്. സ്റ്റോക്കുകളൊന്നും ഓവർ പ്രൈസ്ഡ് ആണെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നിഫ്റ്റി നമ്മൾ ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി എല്ലാ കാലത്തും PE വെച്ച് നോക്കുകയാണെങ്കിൽ, നിഫ്റ്റി ബാക്കിയുള്ള മാർക്കറ്റുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, എന്തിനാ പറഞ്ഞ എമർജിംഗ് മാർക്കറ്റ്സ് മാത്രം കമ്പയർ ചെയ്യുകയാണെങ്കിൽ പോലും നിഫ്റ്റി എപ്പോഴും PE വൈസ് ഓവർ പ്രൈസ്ഡ് തന്നെയാണ്. ഓവർ പ്രൈസ്ഡ് ആണെന്നല്ല, നിഫ്റ്റി PE ഹയർ ആണ്. അതിൻ്റെ അർത്ഥം അത് നാച്ചുറൽ ആയിട്ടുള്ളതാണ്. ചിലർക്കൊക്കെ BP എപ്പോഴും ഉയർന്നിരിക്കുന്നു, പക്ഷേ എൻ്റെ ആരോഗ്യത്തിന് പ്രശ്നമില്ല എന്ന് പറയുന്നത് പോലെ തന്നെ നിഫ്റ്റിക്ക് ചരിത്രപരമായിട്ട് ഉയർന്ന PE തന്നെയാണുള്ളത്. അത് ഞാൻ നിഫ്റ്റിയെ കുറിച്ചോ നിഫ്റ്റി കമ്പനിയെ കുറിച്ചോ പറയുന്നില്ല. പക്ഷെ മറ്റു പല കമ്പനികളും, മിഡ് ക്യാപ്പ് അതുപോലെ തന്നെ സ്മോൾ ക്യാപ്പ് കമ്പനികൾ, അവയുടെ ഏകദേശം 70 മുതൽ 80% വരെ സ്റ്റോക്കുകളും ഓവർ പ്രൈസ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് പുതിയ നിക്ഷേപം നടത്താൻ പോകുന്നതിന് മുമ്പ് 2 തവണ ആലോചിക്കുക. നിങ്ങളുടെ നിക്ഷേപം, പുതിയ നിക്ഷേപം നിങ്ങൾ അതിൻ്റെ അകത്ത് നടത്തണമോ വേണ്ടിയോ എന്നുള്ളത്. ഏതെങ്കിലും യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സോ ടെലഗ്രാം അക്കൗണ്ട്സോ, അപ്പോൾ അതിൽ കിട്ടിയ അഡ്വൈസസ്, ആ അഡ്വൈസ് വെച്ച് നിങ്ങൾ ഇത്രയും കാലം പോർട്ട്ഫോളിയോ ഉണ്ടാക്കി 1-2 വർഷത്തിനുള്ളിൽ അതിന് മോശമില്ലാത്ത റിട്ടേൺസ് ലഭിച്ചു എന്നതിൻ്റെ അർത്ഥം അങ്ങോട്ടും ഇത് തന്നെ ആയിക്കൊള്ളണം നിർബന്ധമില്ല. കാരണം ആരെന്ത് സ്റ്റോക്ക് സജസ്റ്റ് ചെയ്താലും കഴിഞ്ഞ 1-1.5 വർഷത്തിനുള്ളിൽ അത് ലാഭം തന്നെ നേടി തന്നിട്ടുള്ളൂ. അതുകൊണ്ട് ആ ഒരു സോഴ്സ് നിങ്ങൾ കണ്ണുടച്ച് വിശ്വസിക്കരുത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള റാഷണൽ, വളരെ ശക്തമായിട്ടുള്ള ഒരു ന്യായീകരണം ഒരു സ്റ്റോക്ക് പിക്കിന് പിന്നിൽ ഉണ്ടാകണം. പ്രത്യേകിച്ച് നിങ്ങൾ ഒരു ദീർഘകാല നിക്ഷേപകനാണെങ്കിൽ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു ന്യായീകരണം തരുന്ന സ്റ്റോക്ക് പിക്കുകൾ, അവ മാത്രം നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഉൾപ്പെടുത്തുക. അടുത്തത്, ഇനി ഓൾറെഡി ലാഭത്തിൽ, വളരെയധികം ലാഭത്തിലിരിക്കുന്നവരായിരിക്കും മിക്കവരും. ഇവരെന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചാണ്. ലാഭത്തിലിരിക്കുന്നവർ, നിങ്ങൾ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾക്ക് ഒട്ടനേകം സ്റ്റോക്കുകൾ ഉണ്ടെങ്കിൽ സ്റ്റോക്കുകളൊക്കെ പതുക്കെ ഇരുന്നിട്ട് നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. ഒരു ഫണ്ടമെന്റൽസ് നിങ്ങൾ അനലൈസ് ചെയ്യുക, അവ വളരെ ശക്തമാണോ എന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങളൊരു സെക്ടർ അനലൈസ് ചെയ്യുക. കാരണം ചില സെക്ടേഴ്സ് ചിലപ്പം ഇതുവരെ നല്ല രീതിയിൽ നല്ല പ്രവർത്തനം നടത്തിയിട്ടുണ്ടാകാം, പക്ഷെ ഭാവിയിലേക്ക് അതിന് കാര്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാകാൻ വഴിയില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ചില IT ടെക്നോളജീസിൽ വർക്ക് ചെയ്യുന്ന ചില കമ്പനികൾ, അതിൻ്റെ അർത്ഥം IT എന്ന് പറയുന്ന എൻ്റയർ സെക്ടർ മോശമാണെന്നല്ല. IT നമുക്ക് പലതായിട്ട് സബ് ഡിവൈഡ് ചെയ്യാം. ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, IT എന്ന് പറയുന്നത് സിംഗിൾ സെക്ടറായിട്ട് നിങ്ങൾ കണ്ണുവെച്ചിട്ട് നിങ്ങൾ IT കമ്പനികളെ പോയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു റിട്ടേൺസ് ആയിരിക്കില്ല ലഭിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ കുഴിച്ചാടും. അപ്പം IT സബ് ഡിവിഷനായിട്ട് ചിലരൊക്കെ അനലിറ്റിക്സ് ഉണ്ടാവും, ചിലപ്പം ERP മാത്രമായിട്ടുള്ളതുണ്ടാവും, ചിലപ്പോൾ ഉള്ളത് EPS കമ്പനികളുണ്ടാവും, എഞ്ചിനീയറിംഗ് ഇന്നോവേഷൻസ് ഉണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള സെക്ടർ, ഏത് സെക്ടറിലാണ് കൂടുതൽ പണം അടുത്ത കുറച്ച് വർഷങ്ങളായിട്ട് വരാനുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രോസ്പെക്റ്റീവ് അല്ലാത്ത കമ്പനികളെ നിങ്ങൾ പതുക്കെ ഒഴിവാക്കുക. എണ്ണം കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ പലപ്പോഴും ശ്രമിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഗവൺമെൻറ് പോളിസീസിൻ്റെ മുകളിൽ കണ്ണുവെക്കുക. പ്രത്യേകിച്ച് വരുന്ന ബജറ്റ്, ആ ബജറ്റ് വരെ വലിയൊരു കറക്ഷൻ വന്നിട്ടില്ലെങ്കിൽ ആ ബജറ്റ് ആയിരിക്കും ഈ ഒരു മാർക്കറ്റിനെ തീരുമാനിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു ഘടകം. അപ്പോൾ ആ ഒരു ബജറ്റ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പല എക്കണോമിസ്റ്റുകളും ബജറ്റുകളെ കുറിച്ചുള്ള ഒരു എക്സ്പെക്റ്റേഷൻസ് എന്താണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ കാതുകൂർപ്പിച്ചിരിക്കുക. കയ്യിലുള്ള സ്റ്റോക്കുകളുടെ വാല്യൂ നിങ്ങൾ നോക്കുക, പ്രൈസ് അല്ല. ഏർണിങ്സും ബുക്ക് വാല്യൂ, ഈ 2 കാര്യങ്ങളും പലപ്പോഴും ഒരു ബുൾ മാർക്കറ്റിൽ മറന്നു പോകുന്ന 2 കാര്യങ്ങളാണ്. ഏർണിങ്സ് എന്ന് പറയുമ്പോൾ ഏർണിങ്സ് ഗ്രോത്ത് നിങ്ങൾ നോക്കുക. പലപ്പോഴും PE എന്ന് പറയുന്ന ഒരു റേഷ്യോ നിങ്ങൾക്ക് ഒരു ഏർണിങ്സ് ഗ്രോത്തിനെ കുറിച്ച് വലിയൊരു ഐഡിയ ലഭിക്കില്ല. ഹിസ്റ്റോറിക്കൽ PE എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏർണിങ്സ് ഗ്രോത്തിനെ കുറിച്ച് കാര്യമായിട്ടൊരു ആബ്സല്യൂട്ട് ഐഡിയ ലഭിക്കില്ല. അതിന് പകരം നിങ്ങൾ ഏർണിങ്സ് ഗ്രോത്ത് തന്നെ നോക്കുക, അതനുസരിച്ച് കുറച്ച് തീരുമാനങ്ങൾ എടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ബീറ്റയാണ്. അപ്പോൾ ഹൈ ബീറ്റ സ്റ്റോക്കുകൾ, അവ പരമാവധി ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ബീറ്റയെ കുറിച്ചും ആൽഫയെ കുറിച്ചും നമ്മൾ ഒരു 1.5 വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈ ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മാർക്കറ്റിന്റെ ഫ്ലക്ച്വേഷനേക്കാളും കൂടുതൽ അവ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, മാർക്കറ്റ് 1% താഴോട്ട് പോകുന്നതെങ്കിൽ ചിലപ്പം ആ ഒരു പ്രത്യേക സ്റ്റോക്ക് 1%-ത്തേക്കാളും കൂടുതൽ പോകുന്നു. അപ്പം മാർക്കറ്റുമായിട്ട് കോറിലേറ്റ് ചെയ്തിട്ട് എന്തുമാത്രം അതിന് വാല്യൂസിന് മാറ്റം വരുന്നു എന്നുള്ളതിൻ്റെ ഒരു അളവുകോലാണ് ബീറ്റ. ഇപ്പോൾ ഉള്ള മിക്ക അനലിറ്റിക്സ് പ്ലാറ്റ്ഫോംസിനകത്തും ബീറ്റ വാല്യൂസ് ഒക്കെ നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് താരതമ്യേന കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആത്യന്തികമായി പറയാനുള്ളത്, നിങ്ങളുടെ പഠനം നടത്തിക്കൊണ്ടേയിരിക്കുക. അവിടുന്ന് ഇവിടുന്നും ആരെങ്കിലും കുറേ പേര് തരുന്ന സ്റ്റോക്ക് ടിപ്പുകൾ കേട്ടിട്ട് അത് മാത്രം എടുത്തു വെച്ച് ട്രേഡ് ചെയ്യാണ്ടിരിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താതിരിക്കുക. കാരണം ഈ തന്ന ടിപ്പുകളിലെ 90% മോശമില്ലാത്ത റിട്ടേൺസ് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടിത്തന്നിട്ടുണ്ടാകാം. കാരണം ഈ ഒരു ബുൾ മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിലൂടെയുള്ള ഒരു പണത്തിൻ്റെ വേലിയേറ്റം മാത്രമാണ്. അതിൽ നല്ലതും ചീത്തയും എല്ലാം പൊങ്ങിക്കിടക്കും. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു അധ്യായത്തെ മുന്നോട്ട് കാണാം. വരെ നന്ദി, നമസ്കാരം.